ഹലോ ഓൾ. ഇന്ന് നമുക്ക് സിവിക്സിലെ ഇമ്പോർട്ടൻറ്റ് പോർഷനായിട്ടുള്ള കമ്മീഷനുകൾ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ 4 കമ്മീഷനുകളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ദേശീയ വിവരാവകാശ കമ്മീഷൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12 ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2005 ഒക്ടോബർ 12. അതുപോലെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? CIC ഭവൻ, ന്യൂഡൽഹി. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹിയാണ്. ഇനി ആരൊക്കെയാണ് അംഗങ്ങൾ? എത്ര പേരാണ് അംഗങ്ങളായിട്ടുള്ളത്? ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാകും. അതുപോലെ 10ൽ കവിയാത്ത മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, ആ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ കീഴിൽ 10ൽ കവിയാത്ത മറ്റ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സും ഉണ്ടാകും. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ കമ്മീഷനാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ആയിരിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത്. രാഷ്ട്രപതിയാണ് നിയമനം നടത്തുന്നത്. ഇനി രാഷ്ട്രപതി നിയമനം നടത്തുന്നത് കൊണ്ട് തന്നെ ഇവരുടെ രാജി നൽകുന്നതും രാഷ്ട്രപതിക്ക് തന്നെ ആയിരിക്കണം. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും കമ്മീഷണർമാരും രാജി നൽകുന്നത് രാഷ്ട്രപതിക്കാണ്. അപ്പം അപ്പോയിന്റ് ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, അതുകൊണ്ട് തന്നെ രാജി നൽകേണ്ടതും രാഷ്ട്രപതിക്ക് തന്നെയാണ്. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതി. അപ്പം രാജി കൊടുക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്, അതുപോലെ തന്നെ രാഷ്ട്രപതിയുടെ തീരുമാനപ്രകാരം നീക്കം ചെയ്യാനും സാധിക്കും. ഇനി എന്താണ്? കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കണം. അതായത് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കും. ഏത് റിപ്പോർട്ടുകളായാലും അവ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനായിരിക്കും. ഇനി കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അഥവാ 65 വയസ്സിന് മുൻപേ ഉദ്യോഗം ഒഴിയാം. ഒന്നെങ്കിൽ 3 വർഷമാണ് ഈ ഒരു കമ്മീഷനിൽ തുടരാൻ സാധിക്കുക, അഥവാ 65 വയസ്സ് തികയുക. 65 വയസ്സ് തികഞ്ഞാൽ റിട്ടയർഡ് ആവും, ഉദ്യോഗം ഒഴിയണം. ആണോ? അപ്പോൾ വിവരാവകാശ കമ്മീഷൻ 2005 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ആസ്ഥാനം CIC ഭവൻ, ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, 10ൽ കവിയാത്ത മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർ. ഇനി ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതി. അതുകൊണ്ട് തന്നെ രാജി നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്, നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഇനി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. അതുപോലെ കാലാവധി 3 വർഷം അഥവാ 65 വയസ്സ് തികയുന്നത് വരെ. ആണല്ലോ? ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും പൊതുരംഗത്ത് പരിചയ സമ്പന്നതയുള്ളവരും നിയമം, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, സാമൂഹിക സേവനം, മാനേജ്മെന്റ്, പത്രപ്രവർത്തനം, മാസ് മീഡിയ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ പരിജ്ഞാനമുള്ളവർ ആയിരിക്കണം. അപ്പം ആർക്കൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആവാൻ സാധിക്കുക, അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആവാൻ സാധിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ എന്താണ്? പൊതുരംഗത്ത് പരിചയസമ്പന്നം ആയിരിക്കണം. പരിചയസമ്പന്നത ഉള്ളവരായിരിക്കണം. അതുപോലെ നിയമമോ രാഷ്ട്രീയമോ സാങ്കേതിക വിദ്യയോ സാമൂഹിക സേവനമോ മാനേജ്മെന്റോ പത്രപ്രവർത്തനമോ മാസ് മീഡിയയോ ഭരണമോ ഭരണനിർവഹണമോ എന്നീ ഏതെങ്കിലും മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവരും ആയിരിക്കണം. ഇനി ആദ്യ ചെയർമാൻ ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ ചെയർമാൻ. രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? AN തിവാരി. AN തിവാരിയാണ് രണ്ടാമത്തെ ചെയർമാൻ. ഇനി കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത ആരാണ്? ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യ വനിത ദീപക് സന്ധു. ദീപക് സന്ധു. ഇനി കമ്മീഷൻ ചെയർമാനായ രണ്ടാമത്തെ വനിത. കമ്മീഷൻ ചെയർമാനായ രണ്ടാമത്തെ വനിത ആരാണ്? സുഷമ സിംഗ്. സുഷമ സിംഗ് ആണ് രണ്ടാമത്തെ ചെയർമാനായ വനിത.
ഇനി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓക്കെ, നിലവിൽ ഇപ്പോഴത്തെ ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ഹീരാലാൽ സമരിയ. ഓക്കെ, ഹീരാലാൽ സമരിയാണ് നിലവിലെ 2025 ദേശീയ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. അദ്ദേഹം 12ാമത് ചെയർമാനാണ്. ഓക്കെ, 12ാമത് ചെയർമാനാണ് ഹീരാലാൽ സമരിയ. ഓക്കെ ആണല്ലോ. ഇനി ബന്ധപ്പെട്ട മന്ത്രാലയം ഏതാണ്? ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ വരുന്നത്? പേഴ്സണൽ മന്ത്രാലയം. ഓക്കെ, പേഴ്സണൽ മന്ത്രാലയമാണ്. ഇനി വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഓക്കെ, തമിഴ്നാടാണ് ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കുന്നത്. ഇനി പാസ്സാകാൻ കാരണമായ പ്രസ്ഥാനം ഏത്? വിവരാവകാശ നിയമം പാസ്സാകാൻ കാരണമായ പ്രസ്ഥാനം ഏത്? മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഓക്കെ, മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് വിവരാവകാശ നിയമം പാസ്സാകാൻ കാരണമായ പ്രസ്ഥാനം. ഓക്കെ, ഇനി വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? അല്ലെങ്കിൽ ഏത് രാഷ്ട്രപതിയാണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി? ആരാണ്? APJ അബ്ദുൽ കലാം ആണ്. ഓക്കെ, ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ് വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ രാഷ്ട്രപതി. ഇനി ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ്? വിവരാവകാശ നിയമം. വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? വിവരാവകാശ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട രേഖകൾ പൊതുജനങ്ങൾക്ക് അറിയാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അത് എത്തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, എത്രത്തോളം പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് സുതാര്യത ഉറപ്പുവരുത്താൻ ജനങ്ങൾക്ക് അറിയാനായിട്ട്, ഗവൺമെന്റിനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്ന കമ്മീഷനാണ് വിവരാവകാശ കമ്മീഷൻ. അപ്പം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചാൽ രേഖകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. അതുകൊണ്ടാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് പറയുന്നത്. അതായത് ജനങ്ങളുടെ പ്രതിനിധികളാണല്ലോ ഗവൺമെന്റ് ഭരിക്കുന്നത്. അപ്പോൾ ആ പ്രതിനിധികൾ എത്രത്തോളം നന്നായാണ് അവരുടെ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പോളിസികൾ എത്രത്തോളം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് പൊതുജനങ്ങൾക്കുള്ള അവസരമാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ പുറത്തുവിടുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഡേറ്റ എടുത്താൽ, ആ ഒരു വിവരം എടുത്താൽ എങ്ങനെയാണ്, എത്തരത്തിലാണ് ഈ സ്കീമുകളോ പോളിസികളോ കാര്യങ്ങളോ എല്ലാം നടക്കുന്നത്, അതുപോലെ തന്നെ സ്വത്തിനും ജീവനുമുള്ള അവകാശം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചെല്ലാമുള്ള അവബോധം പൊതുജനങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് ദേശീയ വിവരാവകാശ കമ്മീഷന്റെ പ്രാധാന്യം. അപ്പോൾ ഗവൺമെന്റിന്റെ സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തുന്ന ഒരു നിയമമാണ് വിവരാവകാശ നിയമം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ഓക്കെ, അപ്പം ദേശീയ വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെ സംസ്ഥാനത്തിനും സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉണ്ട്. ഓക്കെ, 2005 ഡിസംബർ 19 സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 2005 ഒക്ടോബറിലാണ് ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഡിസംബർ 19. ഇനി ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരമാണ് ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും അതുപോലെ 10 കവിയാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും. ദേശീയ വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെയാണ് 10 കവിയാത്ത ഇലക്ഷൻ കമ്മീഷണർമാരും ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറുമാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലും ഉണ്ടാവുക. ഇനി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും മറ്റു കമ്മീഷണർമാരെയും നിയമിക്കുന്നത് സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ, സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ അത് ഗവർണറാണ്. അപ്പൊ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാര്യത്തിൽ അത് പ്രസിഡന്റ് ആയിരുന്നു, രാഷ്ട്രപതി ആയിരുന്നു. സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ ഗവർണറാണ്. അതുപോലെ തന്നെ രാജി സമർപ്പിക്കേണ്ടതും
ഗവർണറിനാണ്. നീക്കം ചെയ്യാനുള്ള അധികാരവും ഗവർണറിനാണ്. ഇനി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനായിരിക്കും. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിനായിരിക്കും. ഇനി കാലാവധി എന്ന് പറയുന്നത് 3 വർഷമോ അഥവാ 65 വയസ്സോ ആണ്. ഇനി സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണർമാരും നിയമത്തിലോ രാഷ്ട്രീയത്തിലോ സാങ്കേതിക രംഗത്തോ സാമൂഹിക സേവനത്തിലോ മാനേജ്മെന്റിലോ പത്രപ്രവർത്തനത്തിലോ എല്ലാം മികവ് തെളിയിച്ചവരായിരിക്കണം. നമ്മൾ ദേശീയ വിവരാവകാശ കമ്മീഷന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ഈ മേഖലകളിലെല്ലാം പ്രവൃത്തി പരിചയമുള്ളവരോ പ്രാവീണ്യമുള്ളവരോ ആയിരിക്കണം ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത്. ഇനി ആദ്യ ചെയർമാൻ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ആരാണ്? വി ഹരി നായർ. ഓക്കെ, വി ഹരി നായരാണ് നിലവിലെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ. വി ഹരി നായർ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ചും സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചുമുള്ള വിവരങ്ങൾ. ഇനി അടുത്തത് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഓക്കെ, 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ആസ്ഥാനം മാനവ് അധികാർ ഭവൻ, ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ മാനവ് അധികാർ ഭവനാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം എത്ര? 6 അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടാവുക. ആരാണ് ഈ 6 പേർ? ഒരു ചെയർമാനും 5 സ്ഥിരം അംഗങ്ങളും. ഒരു ചെയർമാൻ ഉണ്ടാകും, അതുപോലെ 5 പെർമനന്റ് മെമ്പേഴ്സ്, സ്ഥിരമായിട്ടുള്ള 5 മെമ്പേഴ്സും ഇതിൽ ഉണ്ടാവും. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. വീണ്ടും ദേശീയ കമ്മീഷനാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രപതിയാണ് നിയമനങ്ങൾ നടത്തുക. അപ്പം ചെയർമാനെയും മറ്റ് അംഗങ്ങളെയും 5 അംഗങ്ങളെയും ഒരു ചെയർമാനെയും അടക്കം 6 പേരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ രാജി നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്, നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. കമ്പയർ ചെയ്ത് പഠിക്കാമല്ലോ. ഓക്കെ, ഇനി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഇനി കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. അപ്പോൾ വിവരാവകാശ കമ്മീഷൻ 65 വയസ്സായിരുന്നു, കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, 65 വയസ്സായിരുന്നു വിവരാവകാശ കമ്മീഷനിൽ. മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ കാലാവധി 3 വർഷം തന്നെയാണ്, അഥവാ വയസ്സ് വരുന്നത് 70 വയസ്സാണ്. അപ്പം കമ്മീഷനുകൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ കമ്പയർ ചെയ്ത് പഠിക്കുക. അപ്പം കുറേ കാര്യങ്ങൾ ഒരുപോലെ വരുന്നു. ഓക്കെ, ഇനി വ്യത്യസ്തമായിട്ട് വരുന്ന എന്താണെന്നുള്ളതാണ് പ്രത്യേകം പഠിക്കേണ്ടത്. അപ്പം ഇവിടെ നോക്കുമ്പോൾ 70 വയസ്സാണ്. വിവരാവകാശ കമ്മീഷൻ 65 വയസ്സായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിലേക്ക് വരുമ്പോൾ 70 വയസ്സാണ് പ്രായപരിധി. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയ ഒരാളായിരിക്കണം. അപ്പം വിവരാവകാശ കമ്മീഷനിൽ വരുമ്പോൾ പൊതു പ്രവർത്തനത്തിലുള്ള പരിചയമൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലേ, പല മേഖലകളിൽ നിന്നുള്ളവരാകാം. എന്നാൽ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമവുമായി ബന്ധപ്പെട്ടവർ തന്നെ ആയിരിക്കണം. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അഥവാ സുപ്രീം കോടതിയിലെ ജഡ്ജിയോ ആയ ഒരാൾ മാത്രമായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കുന്നത്. ഓക്കെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അഥവാ സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിയോ ആയിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെടുന്നത്. ഇനി ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഓക്കെ, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? എം.എൻ. വെങ്കിടാചലയ്യ. ഓക്കെ, എം.എൻ. വെങ്കിടാചലയ്യാണ് രണ്ടാമത്തെ ചെയർമാൻ. ഇനി ആദ്യ ആക്ടിംഗ് ചെയർമാൻ ആരാണ്? ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ ശിവരാജ് വി പാട്ടീൽ. ശിവരാജ് വി പാട്ടീലാണ് ആദ്യത്തെ ആക്ടിംഗ് ചെയർമാൻ. ഇനി ചെയർമാനായ ആദ്യ മലയാളി ആര്? ആദ്യ മലയാളിയായ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണൻ. ഓക്കെ, ജസ്റ്റിസ് കെ.ജി. ബാലകൃഷ്ണനാണ് ആദ്യത്തെ മലയാളിയായ ചെയർമാൻ.
ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ തന്നെയാണ് ആദ്യത്തെ ദളിത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ, ആദ്യത്തെ ദളിത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, മലയാളിയായ KG ബാലകൃഷ്ണനാണ്. ഇപ്പോൾ രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ദളിത് ആയിട്ടുള്ള രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നിലവിൽ ജസ്റ്റിസ് BR ഗവായി. പുതിയതായി ചുമതലയേറ്റ ജസ്റ്റിസ് BR ഗവായി രണ്ടാമത് ദളിത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആദ്യത്തെ സുപ്രീം കോടതി ദളിത് ചീഫ് ജസ്റ്റിസ് ആയിരുന്നു KG ബാലകൃഷ്ണൻ. അദ്ദേഹമാണ് ചെയർമാനായ ആദ്യ മലയാളി. അപ്പം മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായ ആദ്യ മലയാളി ആയത് ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ്. ഇദ്ദേഹം തന്നെയാണ് ആദ്യ ദളിത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും. ഓക്കെ, ഇനി ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ഓക്കെ, ഇദ്ദേഹം തന്നെയായിരുന്നു ഏറ്റവും അധികം കാലം മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നത്. ഇനി കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് ഫാത്തിമ ബീവി. ഓക്കെ, ജസ്റ്റിസ് അംഗമായ കമ്മീഷൻ അംഗമായ ആദ്യ മലയാളി ജസ്റ്റിസ്. ഓക്കെ, ആദ്യ മലയാളി ആരായിരുന്നു? അപ്പം KG ബാലകൃഷ്ണൻ എന്തായിരുന്നു? ചെയർമാൻ ആണ്. ഓക്കെ, KG ബാലകൃഷ്ണൻ ആദ്യത്തെ ചെയർമാൻ ആണ്. എന്നാൽ ആദ്യത്തെ കമ്മീഷൻ അംഗം, ഓക്കെ, കമ്മീഷൻ അംഗമായിരുന്നത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. ഇനി നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് V രാജസുബ്രഹ്മണ്യൻ. ഓക്കെ, നിലവിലെ ചെയർപേഴ്സൺ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യനാണ്. അതുപോലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7. ഓക്കെ, എന്താണ് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ എണ്ണം 7. എന്താണ് എക്സ് ഒഫീഷ്യോ? എക്സ് ഒഫീഷ്യോ എന്ന് വെച്ചാൽ ആ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം എക്സ് ഒഫീഷ്യോ ആണ്. കാരണം ആ പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൊസിഷനിൽ ആരാണോ വരുന്നത് ആ ഒരു ഓഫീസ് അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു അതോറിറ്റിയുടെ ഹെഡായിട്ട് അദ്ദേഹം വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഓഫീസിൻ്റെ അധികാരം കൊണ്ടാണ് ഈ ഒരു ചുമതല അദ്ദേഹത്തിന് കിട്ടുന്നത്. അങ്ങനെയുള്ള ജോലികളെയാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുക. ഓക്കെ, ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത് ആരായാലും അദ്ദേഹത്തിന് ഈ ഒരു ചുമതല കൂടി വരും. അങ്ങനെയുള്ളതാണ് എക്സ് ഒഫീഷ്യോ എന്ന് പറയുക. അപ്പം അത്തരത്തിലുള്ള എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ 7 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ഇനി ബന്ധപ്പെട്ട മന്ത്രാലയം ഏതാണ്? ആഭ്യന്തര മന്ത്രാലയം. ഓക്കെ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നത്. പേഴ്സണൽ മന്ത്രാലയത്തിന്റെ കീഴിലായിരുന്നു വിവരാവകാശ നിയമം. കണ്ടോ? അപ്പം കമ്പയർ ചെയ്ത് പഠിക്കുക. വിവരാവകാശ കമ്മീഷൻ പേഴ്സണൽ മന്ത്രാലയം, മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര മന്ത്രാലയം. ഇനി മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അറിയപ്പെടുന്നത്. അതുപോലെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11. 1998 ഡിസംബർ 11 നിലവിൽ വരുന്നത്. ആസ്ഥാനം തിരുവനന്തപുരത്താണ് ആസ്ഥാനം വരുന്നത്. അംഗങ്ങളുടെ എണ്ണം 3. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗങ്ങളുടെ എണ്ണം 6 ആയിരുന്നു. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ 3 അംഗങ്ങളാണ് ഉണ്ടാവുക. ഒരു ചെയർമാനും മറ്റ് 2 അംഗങ്ങളുമാണ് ഉണ്ടാവുക. ഇനി ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. ഓക്കെ, ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ പോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും നിയമനങ്ങൾ നടത്തുന്നത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ രാജി നൽകേണ്ടതും ഗവർണറിനാണ്. നീക്കം ചെയ്യാനുള്ള അധികാരം എന്നാൽ രാഷ്ട്രപതിക്കാണ്. കണ്ടോ വ്യത്യാസം? എന്താണ്? രാജി നൽകേണ്ടത് ഗവർണർക്കാണ്, എന്നാൽ നീക്കം ചെയ്യാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്നും ഒരംഗത്തെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കായിരിക്കും. ഇനി കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഇനി കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അഥവാ 70 വയസ്സ്. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പോലെ തന്നെ 3 വർഷമോ അഥവാ 70 വയസ്സ് വരെയോ ആണ് മനുഷ്യാവകാശ കമ്മീഷനിൽ, അത് ദേശീയമായാലും സംസ്ഥാനമായാലും അംഗമായിരിക്കാൻ സാധിക്കുക.
ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത എന്താണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അഥവാ ഹൈക്കോടതിയിൽ ജഡ്ജിയോ ആയിരുന്ന ആളായിരിക്കണം. അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ സുപ്രീം കോടതിയിലെ അംഗമായിരിക്കണം, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ മറ്റു ജഡ്ജിയോ ആയിരിക്കണം. സംസ്ഥാനത്തേക്ക് വരുമ്പോൾ ഏതാണ്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസോ അഥവാ മറ്റ് ജഡ്ജിമാരോ ആയിരിക്കണം. ഇനി ആദ്യ ചെയർമാൻ ജസ്റ്റിസ് എം പരീദ് പിള്ള. ഓക്കെ, ജസ്റ്റിസ് എം പരീദ് പിള്ളയാണ് ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ആദ്യ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ആദ്യത്തെ കമ്മീഷൻ അംഗങ്ങൾ എസ് ബാലരാമൻ, ടി കെ വിൽസൺ. എസ് ബാലരാമനും ടി കെ വിൽസണുമായിരുന്നു ചെയർമാൻ, കൂടാതെയുള്ള മറ്റ് 2 അംഗങ്ങൾ. ഇനി നിലവിലെ ചെയർമാൻ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇനി അടുത്തത് ദേശീയ വനിതാ കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31 നിലവിൽ വരുന്നത്. 1992 ജനുവരി 31 നിലവിൽ വന്നു. ആസ്ഥാനം നിർഭയ ഭവൻ, ന്യൂഡൽഹി. നിർഭയ ഭവൻ ന്യൂഡൽഹിയിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം 6, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും, അതുപോലെ ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടാകും. ഇനി ചെയർപേഴ്സൺ, അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ഇതൊരു ഗവൺമെന്റിന്റെ ശുപാർശ മൂലം വരുന്ന അപ്പോയിന്റ്മെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശം ചെയ്യുന്നവരാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളാവുക. ചെയർപേഴ്സണും അംഗങ്ങളും മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ളവർ രാജി നൽകുന്നത് കേന്ദ്ര സർക്കാരിനാണ്. അപ്പൊ കേന്ദ്ര സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്നവരായതിനാൽ തന്നെ ഇവര് രാജി നൽകേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. ഇനി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1992 ജനുവരി 31 നിലവിൽ വന്നു. ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. അംഗങ്ങളുടെ എണ്ണം 6. അതുപോലെ ചെയർപേഴ്സൺ, അംഗങ്ങൾ, മെമ്പർ സെക്രട്ടറി എന്നിവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ്. അതിനാൽ തന്നെ മെമ്പർ സെക്രട്ടറി ഒഴികെയുള്ള അംഗങ്ങളും ചെയർപേഴ്സണും രാജി നൽകേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്. ഇനി കാലാവധി 3 വർഷം അഥവാ 65 വയസ്സ്. ഓക്കെ, 3 വർഷമോ അഥവാ 65 വയസ്സോ ആണ് കാലാവധി വരുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആകുവാനുള്ള യോഗ്യത സ്ത്രീകളുടെ കാര്യങ്ങളിൽ പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം എന്നത് മാത്രമാണ്. ഓക്കെ, യോഗ്യത എന്ന് പറയുന്നത് എന്തുമാത്രമാണ്? സ്ത്രീകളുടെ കാര്യത്തിൽ പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം. കൂടുതലും പൊതുപ്രവർത്തകരൊക്കെയാണ് ഈ ഒരു രംഗത്തിലേക്ക് വരുന്നത്. ഇനി ആദ്യ അധ്യക്ഷ ജയന്തി പട്നായക്. ഓക്കെ, ജയന്തി പട്നായക് ആണ് ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇനി രണ്ടാമത്തെ അധ്യക്ഷ വി മോഹിനി ഗിരി. ഓക്കെ, വി മോഹിനി ഗിരിയാണ് രണ്ടാമത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. മൂന്നാമത്തെ അധ്യക്ഷയായവർ ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവർ. ഓക്കെ, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ എന്നിവരാണ് മൂന്നാമത്തെ അധ്യക്ഷമാർ. നിലവിലെ അധ്യക്ഷ വിജയ കിഷോർ രത്ഖർ. ഓക്കെ, വിജയ കിഷോർ രത്ഖർ ആണ് നിലവിലെ അധ്യക്ഷ. ആദ്യ മെമ്പർ സെക്രട്ടറി ഓം പ്രകാശ്. ആദ്യത്തെ മെമ്പർ സെക്രട്ടറി ആയത് ഓം പ്രകാശ് ആണ്. അതുപോലെ നിലവിലെ മെമ്പർ സെക്രട്ടറി മീനാക്ഷി ശനി. ഓക്കെ, മീനാക്ഷി ശനിയാണ് നിലവിലത്തെ മെമ്പർ സെക്രട്ടറി. ഇനി ബന്ധപ്പെട്ട മന്ത്രാലയം വനിതാ ശിശു വികസന മന്ത്രാലയം. ഓക്കെ, വനിതാ ശിശു വികസന മന്ത്രാലയമാണ് ബന്ധപ്പെട്ട മന്ത്രാലയം. ഇനി പ്രസിദ്ധീകരണം രാഷ്ട്ര മഹിള. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണത്തിന്റെ പേരാണ് രാഷ്ട്ര മഹിള. ഇനി കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷ അംഗം. വനിതാ കമ്മീഷനിൽ സാധാരണ രീതിയിൽ സ്ത്രീകളാണ് അംഗങ്ങളാവുക. അതല്ലാതെ പുരുഷനായ ആദ്യത്തെ അംഗം അലോക് റാവത്ത്. ഓക്കെ, അലോക് റാവത്ത് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ പുരുഷ അംഗം. ഓക്കെ, ഇനി അടുത്തത് സംസ്ഥാന വനിതാ കമ്മീഷൻ. അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്? 1996 മാർച്ച് 14 നിലവിൽ വരുന്നത്. ആസ്ഥാനം
പട്ടം, തിരുവനന്തപുരം പട്ടമാണ് ആസ്ഥാനം. അതുപോലെ അംഗങ്ങളുടെ എണ്ണം 5 ആണ്. ഒരു ചെയർപേഴ്സണും 4 കൂടാത്ത അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയുമാണ് ഉണ്ടാവുക. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷനിൽ 6 അംഗങ്ങൾ, ഒരു ചെയർപേഴ്സൺ, 4 കൂടാത്ത 4 കവിയാത്ത മറ്റംഗങ്ങൾ, ഒരു മെമ്പർ സെക്രട്ടറി. ഇനി ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ദേശീയത്തിൽ കേന്ദ്ര സർക്കാർ പോലെ തന്നെ സംസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരാണ് നിയമിക്കുക. ചെയർപേഴ്സണും അംഗങ്ങളും രാജി നൽകുന്നതും അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനായിരിക്കും. അതുപോലെ കാലാവധി വരുന്നത് ചെയർപേഴ്സൺ, അംഗങ്ങൾ, സെക്രട്ടറി ഒഴികെയുള്ള മറ്റ് അംഗങ്ങളുടെ കാലാവധി 5 വർഷമായിരിക്കും. ഓക്കെ, ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ യോഗ്യത സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തി പരിചയവും അതുപോലെ അത്തരം വിഷയങ്ങളിൽ ആഴമായ അറിവുള്ള വ്യക്തിയുമായിരിക്കണം. ഓക്കെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ പങ്കെടുത്ത അനുഭവമുള്ളവരും അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളിൽ പ്രതിബദ്ധതയുള്ളവരും ആഴത്തിൽ അറിവുള്ളവരുമായിരിക്കണം സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നുള്ളതാണ് യോഗ്യത. ഇനി ആദ്യ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരിയാണ്. ആദ്യത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നത് സുഗതകുമാരി. രണ്ടാമത്തെ അധ്യക്ഷ ഡി ശ്രീദേവി. ഓക്കെ, ഡി ശ്രീദേവിയാണ് രണ്ടാമത്തെ അധ്യക്ഷ. മൂന്നാമത്തെ അധ്യക്ഷയായത് ഡി ശ്രീദേവി തന്നെ. ഓക്കെ, ഡി ശ്രീദേവി തന്നെയായിരുന്നു മൂന്നാമതും അധ്യക്ഷയായത്. പിന്നീട് നിലവിലെ അധ്യക്ഷ പി സതീദേവി. ഓക്കെ, പി സതീദേവിയാണ് നിലവിലെ അധ്യക്ഷ. മൂന്നാമത്തെ അധ്യക്ഷ എം കമലം. ഓക്കെ, മൂന്നാമത്തെ അധ്യക്ഷ എം കമലം. പ്രസിദ്ധീകരണം സ്ത്രീ ശക്തി. ഓക്കെ, സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ദേശീയ വനിതാ കമ്മീഷന്റെ രാഷ്ട്ര മഹിളയാണ് പ്രസിദ്ധീകരണം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീ ശക്തിയാണ്. ഓക്കെ, ഇനി അടുത്ത കമ്മീഷൻ നോക്കാം. ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പ്രാധാന്യമുള്ള കമ്മീഷനാണ് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വളരെയധികം അധികാരങ്ങളുള്ള ഒരു കമ്മീഷനാണ്. ട്രാൻസ്പാരൻ്റ് ആയിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടും നിൽക്കണം എന്നുള്ള ഒരു കമ്മീഷനാണ് എപ്പോഴും തിരഞ്ഞെടുപ്പ് അഥവാ ഇലക്ഷൻ കമ്മീഷൻ. എന്തുകൊണ്ടാണ്? ഇലക്ഷൻ നടക്കുമ്പോൾ പൂർണ്ണമായ നിഷ്പക്ഷമായി പെരുമാറേണ്ട ഒരു കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓക്കെ, ഒരു രീതിയിലേക്കും ഒരു ചായ്വോ ഇൻക്ലിനേഷനോ ഇല്ലാതെ പൂർണ്ണമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കേണ്ട കമ്മീഷനാണ് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതുകൊണ്ട് തന്നെ അത്രയും പ്രാധാന്യമുള്ളൊരു കമ്മീഷനാണിത്. ആർട്ടിക്കിൾ 324 പ്രകാരമാണ് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാപിതമായത്. ആർട്ടിക്കിൾ 324. ഇനി 1950 ജനുവരി 25-നാണ് നിലവിൽ വരുന്നത്. 1950 ജനുവരി 25-ന് നിലവിൽ വരുന്നു. ആസ്ഥാനം നിർവാചൻ സദൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലെ നിർവാചൻ സദനാണ് ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം 3. ഓക്കെ, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരുമാണ്. ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അടങ്ങുന്ന 3 അംഗമാണ് ഉള്ളത്. ഇനി മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ദേശീയ കമ്മീഷനെല്ലാം രാഷ്ട്രപതിയാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അപ്പം വ്യത്യാസം ഏതിലാണ്? വനിതാ കമ്മീഷനിൽ മാത്രമാണ്. വനിതാ കമ്മീഷനിൽ മാത്രം കേന്ദ്ര സർക്കാരാണ് നിയമിക്കുക. ബാക്കി എല്ലാ കമ്മീഷനുകളിലും രാഷ്ട്രപതിയാണ് നിയമിക്കുക. ഇനി അതുകൊണ്ട് തന്നെ രാജി നൽകേണ്ടതും രാഷ്ട്രപതിക്കാണ്. നീക്കം ചെയ്യാനുള്ള അധികാരവും രാഷ്ട്രപതിക്കാണ്. ഇനി കാലാവധി 6 വർഷം. 6 വർഷമാണ് കാലാവധി, അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇനി യോഗ്യത എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യത ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. ഓക്കെ, ഭരണഘടനയിൽ എന്തായിരിക്കണം ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത എന്ന് പരാമർശിക്കുന്നില്ല. അപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത ഭരണഘടനയിൽ പരാമർശിക്കുന്നത് എങ്ങനെ? അപ്പോൾ ഓപ്ഷനായിട്ട് ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല എന്നും ഉണ്ടാവും. പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. സുകുമാർ സെൻ ആണ് ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയർമാൻ. ഇനി നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. കാലാവധി 6 വർഷം അഥവാ 65 വയസ്സ് വരെയാണ്. യോഗ്യത എന്താണ്?
യോഗ്യത, ഇലക്ഷൻ കമ്മീഷണറുടെ യോഗ്യത ഭരണഘടനയിൽ പരാമർശിക്കുന്നില്ല. അതുപോലെ തന്നെ എന്താണ്, നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറാണ്. രാജീവ് കുമാർ ആയിരുന്നു 25ാമത്. ഓക്കെ, 25ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. നിലവിലെ 26ാമത് കമ്മീഷണർ, നിലവിൽ 26ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ഓക്കെ, തൊട്ട് മുന്നത്തെ 25ാമത്തെ രാജീവ് കുമാർ ആയിരുന്നു. നിലവിൽ 26ാമത് വരുന്നത് ജ്ഞാനേഷ് കുമാറാണ്. ഓക്കെ, ഇനി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ 243 243 ക്ലോസ് കെയിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വരിക. ഇലക്ഷൻ ടു ദ പഞ്ചായത്ത് ഇലക്ഷൻസ് നടത്തുന്നതും, അതുപോലെ 243 ZAയിലാണ് ഇലക്ഷൻ ടു ദ മുനിസിപ്പാലിറ്റി. അപ്പം സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ്? 1 പഞ്ചായത്ത് ഇലക്ഷൻ നടത്തുക, 2 മുനിസിപ്പാലിറ്റി ഇലക്ഷൻ നടത്തുക. ഏത് ആർട്ടിക്കിൾസ് ആണ്? 243Kയും 243 ZAയും. ഇനി നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. ആസ്ഥാനം വികാസ് ഭവൻ, തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ് ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം 3 പേരാണ് അംഗങ്ങൾ. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഗവർണറാണ്. രാജി നൽകുന്നതും ഗവർണർക്കാണ്. നീക്കം ചെയ്യാനുള്ള അധികാരവും എന്താണ്, ഗവർണർക്കാണ് ആണോ? അല്ല, നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്കാണ്. അപ്പം നീക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ, റിമൂവൽ എന്ന് പറയുന്നത് ഗവർണർക്ക് അധികാരം ഉള്ളതല്ല. നീക്കം ചെയ്യാനുള്ള അധികാരം എപ്പോഴും രാഷ്ട്രപതിക്ക് മാത്രമായിരിക്കും. ഓക്കെ, ഇനി കാലാവധി 5 വർഷം അഥവാ 65 വയസ്സ് വരെ. 5 വർഷമോ അഥവാ 65 വയസ്സ് വരെയോ ആണ് കാലാവധി. കേരളത്തിലെ ആദ്യ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമിയാണ് ആദ്യ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MS ജോസഫ്. ഓക്കെ, MS ജോസഫ് ആണ് കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി നിലവിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. 7ാമത് ആരാണ്? A ഷാജഹാൻ ആണ്. എന്നാൽ ഇപ്പോൾ ഇത് തൊട്ട് മുന്നത്തെയാണ്. 7ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാനത്തിന്റെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത് A ഷാജഹാൻ ആയിരുന്നു നിലവിൽ. നിലവിൽ 8ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, സംസ്ഥാനത്തിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഡോക്ടർ രത്തൻ യു കേൾക്കർ ആണ്. ഡോക്ടർ രത്തൻ യു കേൾക്കർ IAS ആണ് നിലവിലെ സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർ. സംസ്ഥാന ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് ഡോക്ടർ രത്തൻ യു കേൾക്കർ IAS ആണ്. ഓക്കെ, സോ ഇത്രയും കമ്മീഷനുകളാണ് നമ്മളിന്ന് പഠിച്ച. 4 കമ്മീഷനുകൾ പഠിച്ചു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പ്രാധാന്യമുള്ള 4 കമ്മീഷനുകളാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിനും ദേശീയ കമ്മീഷനുകളും അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷനും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പ്രത്യേകം പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ദേശീയ കമ്മീഷനുകൾ തമ്മിലുള്ള വ്യത്യാസവും ഓരോ സംസ്ഥാന കമ്മീഷനുകൾ തമ്മിലുള്ള വ്യത്യാസവും താരതമ്യം ചെയ്ത് പഠിക്കുന്നതാണ് എപ്പോഴും ഓർത്തിരിക്കാനായിട്ട് എളുപ്പം. കാരണം കുറേ കാര്യങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. നിയമനത്തിൻ്റെ കാര്യങ്ങൾ, രാജിയുടെ കാര്യങ്ങൾ, നീക്കം ചെയ്യാനുള്ള അധികാരത്തിൻ്റെ കാര്യങ്ങൾ, കാലാവധി, ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ ഒരുപോലെ വരുന്നുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളെ പഠിക്കുക. വ്യത്യസ്തമായിട്ട് എന്താണോ വരുന്നത്, എന്ത് മാറ്റമാണോ ഉള്ളത്, ഇപ്പോൾ യോഗ്യത പോലുള്ള കാര്യങ്ങളെല്ലാം മാറ്റമുണ്ട്, പ്രായപരിധിയിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇതുപോലെ മാറ്റം വരുന്ന കാര്യങ്ങൾ പ്രത്യേകമായിട്ടും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് സിവിക്സിൽ. ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത സെഷനാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അപ്പം ഇനിയും കമ്മീഷൻസ് ബാക്കിയുണ്ട്. അടുത്ത കമ്മീഷനുകളുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. അപ്പോൾ ഇന്ന് പഠിച്ച 4 കമ്മീഷൻസ് നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും പഠിച്ചു വയ്ക്കുക. ബാക്കിയുള്ള വരുന്ന സിവിക്സിലെ ബാക്കിയുള്ള കമ്മീഷനുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു. അടുത്തൊരു ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മീഷനുകളുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.